ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സ്ട്രീംസ് ഓഫ് ലൈഫിൻ്റെ ഇന്നത്തെ പ്രഭാത ചിന്തയിലേക്ക് ലഭിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 13-ാം വാക്യം. ദൈവമേ, പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ. ലൂയി 14 ചക്രവർത്തിയുടെ കാലത്ത് ഒരു ജർമ്മൻ രാജകുമാരൻ ഫ്രാൻസിൽ ഒരു പര്യടനത്തിനായി വന്നു. ഒരു തടവ് അദ്ദേഹം സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഒരു തടവുകാരനെ സ്വതന്ത്രനായി വിടുന്നതിനുള്ള അനുവാദം നൽകി. ഈ പദവി ഏറ്റവും ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുന്നതിന് രാജകുമാരൻ നിശ്ചയിച്ചു. ഓരോ തടവുകാരെയും പ്രത്യേകമായി സന്ദർശിച്ചു. തങ്ങൾ എന്തുകൊണ്ടാണ് തടവിലാക്കപ്പെട്ടതെന്ന് അന്വേഷിച്ചു. അവരെല്ലാവരും തന്നെ പ്രസിദ്ധ തടവുകാരായിരുന്നു. തങ്ങൾ നിരപരാധികളാണെന്നും തുറങ്കൽ അടച്ചിരിക്കുന്നത് നീതിരഹിതമാണെന്നും ഓരോരുത്തരായി അറിയിച്ചു. ഒടുവിലായി കണ്ടയാൾ ഇപ്രകാരം പറഞ്ഞു: പ്രഭു, എനിക്ക് ആവലാതി ഒന്നുമില്ല. ഞാൻ ദുഷ്ടന്മാരിൽ ദുഷ്ടനാണ്. ഞാൻ ചെയ്യാത്ത കുറ്റങ്ങളൊന്നും തന്നെയില്ല. ജീവനോടെ വണ്ടിച്ചക്രത്തിൽ കെട്ടി വലിക്കപ്പെടാൻ ഞാൻ അർഹനാണ്. ആശ്ചര്യപരതന്ത്രനായി രാജകുമാരൻ അവനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. ധാരധാരിയായി കണ്ണുനീർ അവൻ്റെ കണ്ണിൽ നിന്നും അടർന്നു വീണുകൊണ്ടിരുന്നു. ഇത്രയും നല്ല ആളുകളുടെ മധ്യത്തിൽ ദുഷ്ടനായി മനുഷ്യൻ പാർക്കുന്നത് നല്ലതല്ലെന്ന് പറഞ്ഞുകൊണ്ട് സത്യമായ കുറ്റം ഏറ്റുപറഞ്ഞ തടവുകാരനെ സ്വതന്ത്രനായി വിട്ടയക്കുവാൻ ജയിൽ അധികാരിയോട് ആവശ്യപ്പെട്ടു. അവൻ സന്തോഷത്തോടും കൃതജ്ഞതയോടും കൂടെ പുറപ്പെട്ടു പോയി. തൻ്റെ ശിഷ്ടായുസ് സന്തോഷത്തോടെ അവൻ ചെലവഴിച്ചു. പ്രിയമുള്ളവരെ, വലിയ ന്യായാധിപനായ കർത്താവിൻ്റെ സന്നിധിയിൽ പാപബോധത്തോടുകൂടെ അനുതാപത്തോടുകൂടെ ഞാൻ നിങ്ങളും അവൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് ചെല്ലുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ നീതിമാന്മാരാക്കുവാൻ തക്കവണ്ണം അവൻ ബലവാനാണ്. ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. പാപത്തെ വെറുക്കുകയും പാപിയെ സ്നേഹിക്കുകയും ചെയ്യുന്ന കർത്താവിൻ്റെ അടുക്കലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. ദൈവം നമ്മെ അതിനെ സഹായിക്കട്ടെ. പ്രിയ കർത്താവേ, അവിടെ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന വലിയ വിമോചനത്തിൻ്റെ ഉറപ്പിനായി നന്ദി പറയുന്നു. പാപത്തെ വെറുക്കുവാനും കർത്താവെ ദൈവസന്നിധിയിൽ എല്ലായ്പ്പോഴും പറ്റിച്ചേർന്ന് നിൽക്കുവാനും ദൈവിക ശബ്ദം ശ്രവിക്കുവാനും ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നതായ വലിയ സ്വാതന്ത്ര്യത്തിൻ്റെ ആ മൂല്യം മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഓരോ നിമിഷവും വചനകേൾവിയിലൂടെ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.